ഹായ് ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാൻ വന്നതാണ്. നിങ്ങൾ കടത്തിൽ ബുദ്ധിമുട്ടുവാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മാർഗം, അത് രക്ഷപ്പെട്ടില്ല എന്ന് വെച്ചാൽ എന്നെ തെറി പറയരുത്, ഞാൻ പരീക്ഷിച്ച് നോക്കിയ മാർഗ്ഗമാണ്. ഒരു ഇലക്ട്രിസിറ്റി പോലെയാണ് ഈ പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈസ അത് പൂഴ്ത്തി വെച്ച തൊഴിൽ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും അത് എത്തത്തില്ല എന്നാണ് റോബിൻ ശർമ്മ പറയുന്നത്. അപ്പോൾ എല്ലാ മാന്ത്രികർക്കും ഇതറിയാം. അപ്പോൾ നമ്മൾ എത്രത്തോളം ദാനം ചെയ്യുമോ അത്രത്തോളം നമ്മളിലേക്ക് തിരിച്ചെത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴേ ആൾക്കാർക്ക് സപ്ലൈസിന് ടിപ്പ് കൊടുത്തു നോക്കും. നിങ്ങൾ 10 രൂപ 20 രൂപ നിങ്ങളുടെ ഉള്ളതുപോലെ കൊടുത്തത്, പക്ഷെ അത് കൊടുത്തു നോക്കണം. പിന്നെ ഭക്ഷണം വിളമ്പുന്നവർക്ക്, ടാക്സി ഡ്രൈവേഴ്സിന്, ആശുപത്രിയിൽ നേഴ്സസിനല്ല, ഐ മീൻ ആതുര ശുശ്രൂഷ ചെയ്യുന്നവരോടൊക്കെ കുറച്ചൊരു ഹാപ്പി ആയിട്ടൊന്ന് പെരുമാറിക്ക് നോക്കുകയെ. പിന്നെ ധർമ്മസ്ഥാപനങ്ങൾക്ക് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സമൃദ്ധിയുടെ വൻ നിര. അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ എനിക്കൊരു 15,000 അത്യാവശ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ട് അവർക്കൊക്കെ 10-20 ഒക്കെ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ദരിദ്രരായി ജീവിക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കാലത്തൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കുട്ടികളോട് അത് പറയില്ല. ഞാൻ എൻ്റെ കുട്ടിയോട് പറയുന്നത് എപ്പോഴും ആംറിച്ച് എന്ന് പറയാനാണ്. ബാല്യകാലത്ത് മാതാപിതാക്കളോ മറ്റുള്ളവരൊക്കെ നമ്മളോട് പറയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, ധനവാന്മാർ സത്യസന്ധത ഇല്ലാത്തവരാണ്, മരത്തിൽ പണം കായ്ക്കത്തില്ല, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോയത് കൊണ്ടാണ് നമ്മൾ ദരിദ്രരായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഈ ഫുഡ് തരുന്നവർക്ക് ഒരു കുറച്ച് പൈസ ഒന്ന് കൊടുത്ത് ഒരാഴ്ച ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഞാൻ ഇത് പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും എനിക്ക് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സപ്ലയേഴ്സിന്, ടാക്സി ഡ്രൈവേഴ്സിനൊക്കെ ഒരു എക്സ്ട്രാ മണി, പിന്നെ ഈ NGOസിനൊക്കെ നമ്മളൊരു എക്സ്ട്രാ മണി കൊടുക്കുമ്പോഴത്തേക്കും ധനവരവ് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഗീവ് ടിപ്സ് ആഫ്റ്റർ വിസിറ്റിംഗ് റെസ്റ്റോറൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല, ഇറ്റ്സ് ഫ്രം റോബിൻ ശർമ്മ. പ്ലീസ് റീഡ് ദിസ് ബുക്ക് 5mm Club. ഇറ്റ്സ് എ മസ്റ്റ് റീഡ്. ഇതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണം എന്താണ്? ഇറ്റ്സ് സംതിങ് എനിക്ക് ഇപ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് ഒരുപാട് നാളായി, പക്ഷേ പ്രാക്ടീസ് ചെയ്തത് ഇപ്പോഴാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 100% കഷ്ടപ്പാടിൻ്റെ 25% ഇങ്ങനെ മാറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു.